കോൺഗ്രസ് നേതാക്കൾ ആക്രമിക്കപ്പെടുന്നത് കാണുന്നത് 2021 തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമാണ്. പ്രധാനമായും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് അങ്ങനെ കോൺഗ്രസ് അണികളാൽ തന്നെ ആക്രമിക്കപ്പെട്ടത്. അതിനുശേഷം ഒരു പുതിയ പ്രതീക്ഷ തന്നുകൊണ്ട് പുതിയ നേതൃത്വം വരുന്നു. ആ നേതൃനിരയിലേക്ക് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ, ഷാഫി പറമ്പിലിനെ പോലെയൊക്കെ ഉള്ളവർ ആ അസഭ്യ വർഷത്തിൻ്റെയൊക്കെ ആനുകൂല്യം കൂടി പറ്റിക്കൊണ്ട് നേതാക്കന്മാരാവുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ പറയുന്ന അതിനുശേഷം ആ നിലയ്ക്ക് വീണ്ടും ഒരു ആക്രമണം കാണുന്നത് ഇപ്പോഴാണ്. എന്താണ് വി ഡി സതീശൻ ചെയ്ത തെറ്റ്? വി ഡി സതീശൻ ഉറച്ചൊരു നിലപാടെടുത്തു, ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തു, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തു. ഇത് ഈ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നത്, ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു പതനം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ സരിൻ ഒക്കെ ചുമതലയുണ്ടായിരുന്ന കാലം മുതൽ വളർത്തിയെടുത്ത ഒരു സംവിധാനത്തിൽ നിന്നുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് തന്നെ വേണം കരുതാനായിട്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നേതൃത്വത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടാകുമ്പോഴേക്കും സടകുടഞ്ഞെണീറ്റ് വി ഡി സതീശനെ അങ്ങ് ആക്രമിക്കുകയാണ്. ഇതെങ്ങനെയാണ് സനീഷിന് തോന്നുന്നു? ഇതിപ്പോൾ ഇവർ ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് ഈ കോൺഗ്രസിൻ്റെ സൈബർ അണികൾ അവരുടെ പാർട്ടിയെപ്പറ്റി കേരള സമൂഹത്തോട് പറയുന്നത് പോലെയാണ് തോന്നുക. കാരണം ഒരു കാര്യം ആലോചിച്ചു, ഇപ്പം മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് ഓണസദ്യ കഴിച്ചു. അതിനാണല്ലോ പ്രധാനമായിട്ട് ഇവർ എതിർക്കുന്ന ഒരു കാര്യം. നമ്മൾ കരുണാകരനെയും നായനാരെയും നമ്മൾ കണ്ടതല്ലേ? കരുണാകരനും നായനാരും പോലെ പരസ്പരം പരിഹസിക്കുകയും എതിർക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാക്കൾ അതിനു മുമ്പില്ലല്ലോ. എന്തായാലും നമ്മൾ കണ്ടിട്ടില്ല. അവർ പരസ്പരം നായനാരൊക്കെ അതിനിശ്ചിതമായിട്ട് പരിഹസിക്കുമായിരുന്നു. തിരിച്ചാണെങ്കിലും അതിശക്തമായുള്ള വലിയ പോരാട്ടം നടക്കുന്നതാണ്. പക്ഷേ അവർ മുഖാമുഖം ഇരിക്കുകയും സരസ സംഭാഷണങ്ങൾ ഏർപ്പെടുകയും വളരെ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കുകയും പൊട്ടിച്ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുകയും ചെയ്യുന്ന എത്ര വിഷ്വൽസ് നമ്മുടെ ഫോണിൽ ഇപ്പോൾ കാണാം. അതായത് ഞാൻ പറയുന്നത് ഫോട്ടോസ് അല്ല, വിഷ്വൽസ്, മൂവിങ് വിഷ്വൽസ് തന്നെയും അവരുടെ കാലത്തെ പരസ്പര സൗഹൃദത്തിൻ്റെ, പാർട്ടിക്ക് അതീതമായിട്ടുള്ള പരസ്പര സംഭാഷണങ്ങളുടെ കാര്യങ്ങൾ അവിടെയുണ്ട്. വി ഡി സതീശൻ എത്രക്ക് ശക്തമായിട്ട് പിണറായി വിജയനെ എതിർക്കുന്ന ആളാണ് എന്ന് ഈ കേരളത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ?